ഓരോ ചരിത്ര സ്മാരകങ്ങൾക്കും പറയാൻ അനേകം കഥകൾ കാണും. അത്തരമൊരു കഥയാണിത്. അമേരിക്കയുടെ 3ാമത് പ്രസിഡൻ്റായ തോമസ് ജെഫേഴ്സൻ്റെ ജന്മസ്ഥലമായ അദ്ദേഹത്തിൻ്റെ വസതിയായ മോണ്ടിച്ചെല്ലോ എന്ന് പറയുന്ന എസ്റ്റേറ്റിനുള്ള സന്ദർശനം. ഈ പുസ്തകത്തിലെ സ്നേഹിക്കാനൊരു വിർജീനിയ എന്ന അധ്യായത്തിൽ ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. മോണ്ടിച്ചെലോയിൽ അവരുടെ മീഡിയ സെൻറ്ററിൽ ഒരു വനിതയെ പരിചയപ്പെടുന്നു, ഗെയിൽ ജെസോപ്പ്. ആ മീഡിയ സെൻറ്ററിൻ്റെ ഡയറക്ടറാണ് ഗെയിൽ ജെസോപ്പ്. അവരോടുള്ള സംസാരത്തിൽ അവർ പറഞ്ഞു, ഞാൻ പ്രസിഡൻറ്റ് തോമസ് ജെഫേഴ്സൻ്റെ പിന്മുറക്കാരിയാണ്. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അതിന് പിന്നിൽ ധാരാളം കഥകളാണ്. അതിലൊരു കഥ, തോമസ് ജെഫേഴ്സന് 2 ഭാര്യമാരുണ്ട്. വെളുത്ത ഭാര്യ, ഒരു കറുത്ത ഭാര്യ. കറുത്ത ഭാര്യ ഒരു അടിമ ഭാര്യയാണ്. അവരുടെ പേരാണ് സാലി ഹെമ്മിങ്സ്. ഈ സാലി ഹെമ്മിങ്സിൻ്റെ പിന്മുറക്കാരിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗെയിൽ ജെസോപ്പ്. ഈ കഥ കൂടുതൽ അന്വേഷിക്കുമ്പോൾ വളരെ രസകരമായ വേറെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. ഇവരുടെ പ്രേമത്തിൻ്റെ പാരമ്യത്തിൽ തോമസ് ജെഫേഴ്സൺ അന്ന് അമേരിക്കയിൽ അടിമകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഇവരെ പാരീസിൽ കൊണ്ട് സ്വതന്ത്രമാക്കാം എന്ന് ഒരു ഓഫർ വയ്ക്കുകയും അവരെ നിരസിക്കുകയും ചെയ്തു. ഈ പ്രണയം തുടരുന്നതാണ് അവർക്ക് താല്പര്യം. എൻ്റെ പ്രണയത്തിന് വേണ്ടി ഞാൻ ഇവിടെ അടിമയായി കഴിഞ്ഞോളം, മരണം വരെ അങ്ങയോടൊപ്പം എന്നവർ തീരുമാനിക്കുകയും ചെയ്തു. ഈ ഒരു മനോഹര കഥയും ഒപ്പം വിർജീനിയയിലെ മനോഹര കാഴ്ചകളും ഈ അധ്യായത്തിൽ നമുക്ക് വായിക്കാം.